ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന ഗവർണറുടെ നിർദ്ദേശം നടപ്പാക്കാൻ കേരള സർവകലാശാല. രാജ്ഭവന്റെ നിർദ്ദേശം സർക്കുലറാക്കി കേരള VC കോളേജുകൾക്ക് അയച്ചു. സർവകലാശാലയിലും പരിപാടികൾ സംഘടിപ്പിക്കും. തിരുവനന്തപുരം സെനറ്റ് ഹാളിൽ പരിപാടി നടത്താനാണ് ആലോചന. അതേസമയം സർക്കുലറിനെതിരെ വ്യാപകമായി പ്രതിഷേധം ഉയരുകയാണ്. ഗോപാൽ ശീലാസനൽ നമുക്കൊപ്പം. ഗോപാൽ ശീലാസനൽ, ഏതൊക്കെ സർവകലാശാലകളിൽ ഗവർണറുടെ നിർദ്ദേശം അനുസരിച്ച് പരിപാടി നടക്കും? സുജിയ, നിലവിൽ കേരള സർവകലാശാല അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. രാജ്ഭവനിൽ നിന്ന് വന്ന ഗവർണറുടെ നിർദ്ദേശം അത് ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കാനായിരുന്നു സർവകലാശാലകൾക്ക് നൽകിയ നിർദ്ദേശം. VCയുടെ നിർദ്ദേശപ്രകാരം ബന്ധപ്പെട്ട വകുപ്പ് ഡയറക്ടർ ഇതിനോടകം തന്നെ കോളേജുകൾക്ക് കൈമാറിയിട്ടുണ്ട്. ഈ ദിവസം, അതായത് ഓഗസ്റ്റ് 14 സർവകലാശാലയ്ക്ക് കീഴിലുള്ള എല്ലാ അഫിലിയേറ്റഡ് കോളേജുകളിലും സെമിനാറുകളും അതിനോടൊപ്പം തന്നെ ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട ഉള്ളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡ്രാമകൾ, അതായത് നാടകങ്ങളും സംഘടിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ഈ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിരോധങ്ങളും മറുവശത്ത് ഉയരുമ്പോഴാണ് ഇത്തരത്തിലേക്കുള്ള ഒരു ഇടപെടൽ കേരള VCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതിനോടൊപ്പം തന്നെ സർവകലാശാല ക്യാമ്പസിനുള്ളിലും സമാനമായ രീതിയിൽ വിഭജന ഭീതി ദിനം നടത്താൻ ഈ സർവകലാശാല വൈസ് ചാൻസലർ ആലോചിക്കുന്നുണ്ട്. സെനറ്റ് ഹാളിൽ തന്നെ ഒരു പരിപാടി സംഘടിപ്പിക്കാനാണ് ആലോചിക്കുന്നത്. നേരത്തെ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി വന്നത് സെനറ്റ് ഹാളിലാണ്. ആ പ്രശ്നങ്ങൾ ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ തുടർച്ചയായിട്ടാണ് വീണ്ടും ഇപ്പോൾ വിഭജന ഭീതി ദിനം സെനറ്റ് ഹാളിൽ വെച്ച് ആചരിക്കാനുള്ള ആലോചനകൾ നടക്കുന്നത്. അതിൻ്റെ അന്തിമ തീരുമാനമായിട്ടില്ല. എങ്കിൽ പോലും ആ കാരണങ്ങൾ പോലും വലിയ തരത്തിലേക്ക് പ്രതിഷേധ സാധ്യതകൾ ഉണ്ടാക്കുന്നതാണ്. എന്തായാലും ഇപ്പോൾ സർവകലാശാല ഔദ്യോഗികമായി തന്നെ കീഴിലുള്ള അഫിലിയേറ്റഡ് കോളേജുകൾക്ക് സർക്കുലറുകൾ കൈമാറിക്കഴിഞ്ഞു. വിവരങ്ങൾ നൽകിയത് ഗോപാൽ ശീലാസനലാണ്.